നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ, നിങ്ങൾക്കൊരു പാർട്ടിക്ക് പോയ സമയത്ത് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കാറുണ്ടോ? അങ്ങനെ നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ഈ പേജ് ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കാം. ജനിച്ച് 3 വയസ്സാവുന്നതിന് മുന്നേ തന്നെ കുട്ടികൾക്ക് അമിതമായിട്ട് മൊബൈൽ കൊടുക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. ഇങ്ങനെ അമിതമായിട്ടുള്ള സ്ക്രീൻ ടൈം കുട്ടികളെ ഒരു ഓട്ടിസം സമാനമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ അവസ്ഥയാണ് വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. ഈ ലക്ഷണങ്ങൾ നിങ്ങളെ കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ഇത് റെഡ് ഫ്ലാഗ് ആണ്. പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കാതിരിക്കുക, കണ്ണുകൾ നോക്കി സംസാരിക്കാതിരിക്കുക, സംസാരശേഷിയിൽ താമസം ഉണ്ടാവുക, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുക, മൊബൈൽ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുക. ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളെ കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വിർച്വൽ ഓട്ടിസം ലക്ഷണങ്ങളാണ്. ഇതിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിർച്വൽ ഓട്ടിസം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് മാത്രമായിട്ട് കൊടുത്തുള്ള സമയം നിങ്ങളുടെ കുട്ടികൾക്ക് കൂടി കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ പ്രശ്നത്തെ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ, ലാപ്ടോപ്പ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി എന്നിവ മാറ്റിവെച്ച് അതിൽ കുറച്ച് സമയം നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഈ അവസ്ഥ ഇല്ലാതാക്കാൻ പറ്റും. ഈ ചെറിയ പ്രായത്തിലെ കുട്ടിക്ക് 0 സ്ക്രീൻ ടൈം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഒരു തരത്തിലും മൊബൈൽ കാണിക്കാതിരിക്കുക. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് മൊബൈൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ആ സമയത്ത് കഥകളും കവിതകളും പറഞ്ഞ് കുട്ടികളെ സന്തോഷപ്പെടുത്തുക. കുട്ടികൾ കൂടെ കളിക്കുക. അവരതേ പ്രായത്തിലെ കുട്ടികൾ കൂടെ കളിക്കാൻ വിടുക. പുറത്തേക്ക് ഔട്ട്ഡോർ ആയിട്ട് ആക്ടിവിറ്റികൾ കൊണ്ടുപോകുക. വീട്ടിനകത്ത് തന്നെ അടച്ചിടാതെ പുറത്തൊക്കെ കൊണ്ടുപോവുക. അവരെ കൂടെ സംസാരിക്കുക, അവരെ കൂടെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുക, അവരോട് ചിത്രം വരയ്ക്കുക. അവരെ പ്രസന്റ് ലോകവുമായിട്ട് കൂടുതൽ അടുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ കൊടുക്കുന്ന ഓരോ സമയവും അവൻ്റെ ഈ അവസ്ഥയെ മറികടക്കാൻ അവനെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങളുടെ തിരക്കുകൾ മാറ്റിവെച്ച് കുട്ടിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ മൊബൈലിലും ജോലിക്കും അഡിക്റ്റ് ആയിട്ടുള്ള പാരൻസിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടെ തന്നെ ഇത് റീപോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഇത് ഓവർകം ചെയ്യാൻ ഇത് ഒരു ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ആയി.